എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് കോർഡിനേറ്റ് ജിയോമെട്രിയുടെ റിവിഷൻ ആണ് നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തുടങ്ങാം. സമയം കളഞ്ഞു കഴിഞ്ഞാൽ MB കൂടും, MB കൂടിയാൽ അതും പണിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കോർഡിനേറ്റ് ജിയോമെട്രി ക്ലാസ് 10 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സിസ ആൻഡ് ഓർഡിനേറ്റ് എന്താണ് എന്നാദ്യം നമ്മൾ പറയും. അതിനുശേഷം ഡിസ്റ്റൻസ് ഫോർമുല അതൊന്ന് റിവൈൻഡ് ചെയ്യും, പിന്നെ സെക്ഷൻ ഫോർമുല, പിന്നെ കുറച്ച് കോർഡിനേറ്റ്സ് തന്നാൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്ക് അബ്സിസ ആൻഡ് ഓർഡിനേറ്റ് നോക്കാം. അപ്പൊ നമുക്കൊരു പോയിന്റ് ഉണ്ട് എന്ന് കരുതുക. ഇതാണ് നമ്മുടെ XY പ്ലെയിൻ. XY പ്ലെയിൻ ആരോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് നമ്മുടെ x ആക്സിസ് ആണ്. ഇത് y ആക്സിസ് ആണ്. അപ്പൊ നമുക്കൊരു പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ കോർഡിനേറ്റ്സ് x,y ആണെങ്കിൽ x എന്ന് പറയുന്ന ലെങ്ത് വൈയിൽ നിന്നും അളന്നെടുക്കുന്ന ഈ ലെങ്ത് ആണ് x എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ അബ്സിസ എന്ന് പറയുക. x ആക്സിസിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരും. ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ആക്കാണിത്. x ആക്സിസിൽ നിന്നും വരയ്ക്കുന്ന ആ ലെങ്ത് ആണ് നമ്മുടെ ഓർഡിനേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അബ്സിസ എന്ന് പറയുന്നത് എക്സും ഓർഡിനേറ്റ് എന്ന് പറയുന്നത് വൈയും. അതാണ് ആദ്യത്തെ പോയിന്റ്. അടുത്ത പോയിന്റ് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് രണ്ട് പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫോർമുല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പോയിന്റ് നമുക്ക് എ എന്ന് വിളിക്കാം. എയുടെ കോർഡിനേറ്റ്സ് ഇതായി പറയുന്ന x1 y1 രണ്ടാമത്തെ പോയിന്റ് ആയ ബിയുടെ കോർഡിനേറ്റ്സ് x2 y2 ആണെങ്കിൽ എ ബിയുടെ ലെങ്ത് ഡി എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുല ആയിരിക്കും. എന്നാലും ഇപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്ന് ഓർക്കുക. അറിയാത്തവര് ഇപ്പോൾ പഠിക്കുക. അപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ അത് മനസ്സിൽ നിൽക്കും എന്നുള്ളതാണ് ഒരു സയന്റിഫിക്കലി പ്രൂവൺ ഫാക്ട്. അതുകൊണ്ട് നിങ്ങൾ 1,2ഉം 2,1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ ഫോർമുല വെച്ചിട്ട് ചെയ്ത് വേഗം എന്ന് പറഞ്ഞേ. അത് ചെയ്ത് നോട്ട്ബുക്കിൽ ഇട്ടിരുന്നാൽ മതി. ഈ ഫോർമുല ഇട്ടാൽ മതി. ഇവിടെ x1 എന്ന് പറയുന്നത് 1 ആണ്, x2 എന്ന് പറയുന്നത് 2 ആണ്, y1 എന്ന് പറയുന്നത് 2 ആണ്, y2 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ ചെയ്ത് ഡി സ്ക്വയർ കണ്ടുപിടിക്കുക, എന്നിട്ട് റൂട്ട് എടുക്കുക, അപ്പൊ ഡി കിട്ടും. അടുത്തത് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുലയിൽ നമുക്ക് വീണ്ടും രണ്ട് പോയിന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അതിന്റെ കോർഡിനേറ്റ്സ് x1, y1. പിന്നെ ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അതിന്റെ കോർഡിനേറ്റ്സ് x2, y2. നമ്മൾ ഒരു പോയിന്റ് വെച്ച് ഈ ലൈനിനെ നമ്മൾ മുറിച്ചിരിക്കുകയാണ്. സി എന്ന് പറയുന്ന പോയിന്റ് വെച്ച് നമ്മൾ ഈ ലൈനിനെ കട്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ലൈനിനെ m:n റേഷ്യോയിലാണ് സി കട്ട് ചെയ്തതെങ്കിൽ സിയുടെ കോർഡിനേറ്റ്സ് എന്തൊക്കെ? x1ഉം x2ഉം വെച്ചിട്ട് സിയുടെ എക്സും y1ഉം y2ഉം വെച്ചിട്ട് സിയുടെ വൈയും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് സെക്ഷൻ ഫോർമുല നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ സെക്ഷൻ ഫോർമുല അനുസരിച്ച് സിയുടെ കോർഡിനേറ്റ് ആയ x ഈക്വൽ ടു n × x1 പ്ലസ് m × x2 ബൈ m പ്ലസ് n ആണ്. ഓക്കെ. അതേപോലെ വൈയുടെ കോർഡിനേറ്റ് അല്ല, എക്സിന്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് n × y1 പ്ലസ് m × y2 ബൈ m പ്ലസ് n ആണ്. ഓക്കെ. അതാണ് സെക്ഷൻ ഫോർമുല പറയുന്നത്. എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇരിക്കുന്ന എമ്മിനെ വെച്ച് x2നെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ഇരിക്കുന്ന n-നെ വെച്ച് x1നെ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് m പ്ലസ് n വെച്ച് ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ ഒരു ഇക്വേഷൻ ആണ്, ഓർത്തിരിക്കുക. ഇത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് 3,3 divides the line segment joining origin and 50-50.
അപ്പോൾ ഒറിജിൻ എന്ന് പറയുന്നത് 0,0, ഒറിജിനെയും 50,50 എന്ന് പറയുന്ന പോയിന്റിനെയും 50,50 എന്ന് പറയുന്ന പോയിന്റിനെയും നമ്മൾ 3,3 എവിടെയോ വെച്ച് കട്ടാവും. 3,3 വെച്ച് കട്ട് ചെയ്തത് m:n റേഷ്യോ ആണെങ്കിൽ ഈ എമ്മും എന്നും എന്താണ് എന്നാണ് ചോദ്യം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് അത് k:1 അല്ലെങ്കിൽ m:1 റേഷ്യോ എന്ന് എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും n-ന് 1 കൊടുക്കുക, m-ന് m തന്നെ അല്ലെങ്കിൽ m-ന് k എന്ന് കൊടുക്കുക, എന്നിട്ട് വാല്യൂസിൽ ഇടുക. അപ്പൊ എന്ത് കിട്ടും? 3 = k × 50, 50k plus 1 × 0, അത് 0 തന്നെയാണ്, ഡിവൈഡഡ് ബൈ k+1 എന്ന് കിട്ടും. ഇവിടെ നിന്ന് k കിട്ടൂലേ? സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, എത്ര കിട്ടും? k 3k 47, 1/47, 3/47 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഏരിയയാണ്. എന്തിന്റെ ഏരിയ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോർഡിനേറ്റ്സ് തന്നിരിക്കുകയാണ്. x1, y1, x2, y2, x3, y3, ഇങ്ങനെ 3 കോർഡിനേറ്റ്സ് തന്നിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തേത് എയും, രണ്ടാമത്തേത് ബിയും, മൂന്നാമത്തേത് സിയും ആണെന്ന് വിചാരിക്കൂ. അപ്പൊ ഇത് ഒന്നുകിൽ ഒരു എന്താവാം, ട്രയാങ്കിൾ ആകാം, അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആവാം. സ്ട്രൈറ്റ് ലൈൻ ആവണമെങ്കിൽ ഈ 3 പോയിന്റ്സും കൊളീനിയർ ആയിരിക്കണം. കൊളീനിയർ ആണെങ്കിൽ ആരാവും ഇത്? സ്ട്രൈറ്റ് ലൈൻ ആയി മാറും. അല്ല, പോയിന്റ് സി ലൈനിലാണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇനി ഒരേ ലൈനിലല്ല, ഇങ്ങനെ ആണ് ആ പോയിന്റുകളെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത ഡിസ്കഷൻ. അത് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. 2 വര ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എക്സുകളെല്ലാം ലെഫ്റ്റിൽ എഴുതുക. x1, x2, x3. y എല്ലാം റൈറ്റിൽ എഴുതുക. y1, y2, y3. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. x1-ഉം y2-ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, x2-ഉം y3-യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, x3-യും y1-ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? x1, y2 പ്ലസ് x2, y3 പ്ലസ് x3, y1 എന്ന് കിട്ടും. ഇനി ഒരു മൈനസ് സൈൻ ഇടുക. എന്നിട്ട് y1 x2, x2 y3, y3 x1. എന്ത് ചെയ്ത? 0 അല്ലേ കിട്ടുന്നത്? അല്ല, 0 അല്ല കിട്ടുന്നത്. നിങ്ങളത് കൺഫ്യൂസ് ആക്കാനുള്ള എന്റെ തന്ത്രപരമായ മൂവ്മെന്റ് ആയിരുന്നു. അപ്പൊ അത് എഴുതുക, ഓപ്പോസിറ്റുകൾ. അപ്പൊ എന്താണ്? y1 x2 ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം പിന്നീട് പ്ലസ് ആണ്, പ്ലസ് y2 x3. അടുത്തത് ഏതാണ്? y3-യും x1-ഉം. y3 x1. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? ഏരിയ കിട്ടും. അപ്പൊ ഇത് മാത്രം ഓർത്താൽ മതി. ഇതേപോലെ ഇനി ഒരു d x4 y4 ഉണ്ടായിരുന്നെങ്കിൽ താഴെ x4 y4 ഇടുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ആദ്യം ഇങ്ങനെ ഇടത്തുള്ളതിൽ നിന്ന് വലത്ത് ഒരെണ്ണം താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് മൈനസ് ഇടുക, ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ളതെല്ലാം സബ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക. ഇത്രയും തന്നെയാണ് ഏരിയ. അതിനു മുമ്പുള്ള കാര്യങ്ങളും സെക്ഷൻ ഫോർമുല, ഡിസ്റ്റൻസ് ഫോർമുല എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഏരിയയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമുക്ക് ക്ലാസ്സിൽ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്
വൈകാതെ നമ്മൾ ചെയ്യും. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ്. ഓക്കെ.